അപ്പൊ ഞങ്ങള് കാഴ്ചപ്പറമ്പ് വഴിക്ക് പോകുമ്പോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ദാ വരുന്നുണ്ട് ഗൈസ്. വിജയണ്ണനെ കാണാൻ. അപ്പൊ എന്തായാലും കാണണമെന്ന് ആഗ്രഹിച്ചു വന്നാണ്. അപ്പൊ ഉണ്ണിക്കണ്ണനെ കണ്ടുവിട്ട ഗൈസ്. ആഹാ, ഒന്ന് സംസാരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഒരു മിനിറ്റ് നിൽക്കുവോ? എന്താണ് നമ്മുടെ ഞാന് ഇന്നലെ മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമില് ഒരു വീഡിയോ എടുത്തോട്ടെ. ഇൻസ്റ്റാഗ്രാമില് ഞാൻ മെസ്സേജ് അയച്ചു, നോക്കിയില്ല, ശ്രദ്ധിക്കില്ല. അപ്പൊ ഞങ്ങൾ ഉണ്ണിക്കണ്ണനെ കണ്ടിരിക്കുകയാണ്. കാണാൻ വേണ്ടി വന്ന, സത്യം പറയാലോ കാണാൻ വേണ്ടി വന്നാണ് കേട്ടാ. ഭയങ്കര സന്തോഷം. 1-ാം തീയതിയിൽ ഇറങ്ങിയത്. എന്താണ് പിന്നെ അപ്പൊ ഉണ്ണിക്കണ്ണനെ കണ്ടിരിക്കുകയാണ്. വിജയണ്ണനെ കാണും. കേരളത്തിലേക്ക് വരുള്ളൂ. നനച്ച വണ്ടി കൊണ്ട്, അതായത് എന്താണ് നമ്മളൊക്കെ കണ്ടു പഠിക്കേണ്ട ആളാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ കൊല്ലംകോട് വന്നിട്ടുണ്ട്. നിങ്ങൾ ബൈക്കിൽ പോകണമുണ്ട്. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. എന്തോ കാര്യത്തിന് മുമ്പായിരിക്കുമല്ലോ. ഭക്ഷണം കഴിച്ചാ? കഴിക്കാൻ പോകണം. 9 മണിക്ക് ഞാൻ കഴിക്കുള്ളൂ. ഓക്കെ, നേരം വൈകി എല്ലാവരും ക്ഷമിക്കണം. എന്നാലും കാക്കാരിയത്തെ മുന്നേ പോയി. ജലദോഷവും കഫക്കെട്ടും ഒരു പനിന്റെ ചെറിയൊരു ഇതിന്റെ കാലും കൈ വേദന. അതുകൊണ്ടാണ്, മഞ്ഞായതുകൊണ്ടാണ്. പനി വന്നു കഴിഞ്ഞാൽ നോക്കാനാണ് കേരളം മൊത്തം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് എവിടെയെങ്കിലും നിന്ന് പോയാൽ, ഇന്നലെ തന്നെ പല വ്യാഖ്യാനങ്ങളുണ്ടായിട്ട് വീട്ടിൽ ഇറങ്ങുന്നത് തന്നെ പകുതി വഴി തിരിച്ചുപോയി. കോയമ്പത്തൂരും തിരിച്ചുപോയി. തലവേദന പറഞ്ഞിട്ട്. ഇത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ വല്ലതും വന്നാൽ എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാൻ അണ്ണനെയും കണ്ട് തെളിച്ച വണ്ടിയും കൊണ്ടേ ഞാൻ കേരളത്തിലേക്ക് വരുള്ളൂ. അതിലൊരു മാറ്റമില്ല. ഞാൻ ഈ പരിപാടി നിർത്തില്ല. ഇങ്ങനെ സിനിമകൾ വന്നാൽ മാത്രം, അല്ലാതെ ഞാൻ ഒന്നുമില്ല. പരമാവധി തന്നെ ഒന്നും വിളിക്കില്ല. അണ്ണനെ കാണാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. അതെ, ഒരുപാട് ആഗ്രഹം. എന്താ പറയട്ടെ, നമ്മള് ഉണ്ണിക്കണ്ണനെയൊക്കെ കണ്ടു പഠിക്കണം. എന്താ പറഞ്ഞ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെന്നൈ വരെ നടന്നു പോവാണ്. കഴിഞ്ഞ പടത്തിന് ഡയറക്ടർ വരെ വിളിച്ചതിന്റെ വിശേഷങ്ങൾ ചോദിച്ചു. ദിനീപൂർത്തിയെ വിളിച്ചിട്ടുണ്ടായി. എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നനച്ച വണ്ടിയും കൊണ്ടാ വരുള്ളൂ. പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. ഞാൻ കോയമ്പത്തൂർ തിരിച്ചു വന്നത്. ഉണ്ണിക്കണ്ണൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാ. അതിന്റെ ലക്ഷ്യമാണ് ഈ ഐഫോൺ ഇട്ടാ. ഐഫോണ് ഉണ്ണിക്കുട്ടനെ കിട്ടിയതാണല്ലേ. തീറ്റാപ്പാറ്റ് തന്ന 20 കിലോ കുറച്ച് ഐഫോൺ തരാന്ന യാദലിക്കും തിരിച്ചലിക്കും പറഞ്ഞു. 15 കിലോ കുറച്ചപ്പോ തന്നു. എന്റെ ഫോണ് മറ്റേ സാംസങ് ക്ലാരിറ്റി ഇല്ല. വിജയണ്ണനെ കാണുമ്പോ ഐഫോണിൽ വീഡിയോ ഫോട്ടോ എടുക്കണം പറഞ്ഞ്. അപ്പൊ എന്ത് കാര്യത്തിന് വേണ്ടി ഈ 4-ാം ക്ലാസ്സുകാരനെ ആലോചിക്കുക. ചോറിന് ഒരിക്കലും ഓലപ്പേരിന്റെ താഴെ ഒരു നേരത്തെ വളം കൂടി ചാരിച്ചായിരിക്കും. ഉപ്പിലിട്ട മാങ്ങയായിരിക്കും ഭക്ഷണം കഴിക്കുമ്പോ. അത് താജ് ഹോട്ടലിരുന്ന് കഴിക്കണമെന്ന് ആലോചിക്കാം. പിന്നെ വിജയണ്ണൻ പറഞ്ഞു വേറൊരു വെക്കുണ്ട്, നൻപാ നൻപീസ്. ഏതോ ചിന്ന കാര്യം ആസപ്പെടുന്നതല്ല, ഏത് നടക്കാൻ മുടിയാത്തതോ ട്രൈ ചെയ്ത് അതാ വെട്ടറിന്ന്. അവല് സൂര്യണ്ണൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല പ്രാവശ്യം നടക്കാത്ത കാര്യം ഇങ്ങനെ നമ്മൾ വേദനിച്ച് എല്ലാം കൂടെ ഒന്നു ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു വെട്ടറി. അവലെ കാർത്തിയണ്ണനും പറയുന്നുണ്ട്, ഒരുപാട് കഴിവുള്ളവനെ ചിലപ്പോൾ അത് കിട്ടാതെ പോവുക. അതിനു വേണ്ടി ട്രൈ ചെയ്യേണ്ട അവന് കിട്ടും. ഉണ്ണിക്കണ്ണൻ നനച്ച വണ്ടി കൊണ്ട് വരുള്ളൂ. വിജയണ്ണനെയും കൂടി കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട. എന്തായാലും നമ്മളെപ്പോലെ സാധാരണക്കാരെ ആൾക്കാരെ അധികം ഇങ്ങനെയൊന്നും ട്രൈ ചെയ്യാറില്ല. പക്ഷെ ഉണ്ണിക്കണ്ണൻ മനസ്സിലൊരു ദൃഢനിശ്ചയം എടുത്തിട്ട് പോവാണ്. അപ്പോ എന്താ പറയാ, ആഗ്രഹം സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ. പല ആൾക്കാരും പറയണ്ടേ പകുതി വഴി വെച്ച് നിന്ന് വൈറലാകാൻ വേണ്ടി. ഉണ്ണിക്കണ്ണന് വൈറലാകാൻ വേണ്ടിട്ടല്ല. ഉണ്ണിക്കണ്ണൻ ഇപ്പൊ ഒരു 17 സിനിമ ചെയ്തിട്ടുണ്ട്. അതെ, പക്ഷെ വൈറലാകാൻ വേണ്ടിട്ടല്ല. പക്ഷെ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ആരിനെയും ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മൾ ആ സാധ്യം നേടിയെടുക്കണവരെ എന്റെ കൊക്കില് ജീവനുള്ള അത്രത്തോളം ഞാൻ അങ്ങനെ ഇങ്ങോട്ട് നനച്ച വണ്ടി കൂടെ കേരളത്തിലേക്ക് വരുള്ളൂ. ഉണ്ണിക്കണ്ണൻ മംഗലം ഉമ്മ. അപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമില്ലേ, വിജയണ്ണനെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാട്ടാ. അപ്പോൾ നമ്മൾ കാഴ്ചപ്പറമ്പിൽ വെച്ചിട്ട് ഉണ്ണിക്കണ്ണനെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും കഴിക്കാൻ വിളിച്ചപ്പോൾ വന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നൊന്ന് നിർബന്ധിച്ച് കഴിക്കണം. ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് വാങ്ങിക്കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താ പറയാ, കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ണിക്കണ്ണനെ കണ്ട സന്തോഷമാണ് കേട്ടോ. നമുക്കപ്പോൾ ഉണ്ണിക്കണ്ണൻ കഴിക്കാൻ വരുമോ എന്നൊക്കെ നോക്കാം. വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, നല്ലൊരു ആഗ്രഹത്തിന് പുറപ്പെട്ട ആളല്ലേ. ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കൊടുത്ത സന്തോഷമല്ലേ, നടക്കുകയല്ലേ എങ്ങനെ അല്ലേ.
എൻ്റെ ഏട്ടനും ചേച്ചിനും കണ്ടു. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് ഭക്ഷണം വാങ്ങി തന്നു. ഞാൻ കുറെ വേണ്ട പറഞ്ഞു എൻ്റെ ഏട്ടനും ചേച്ചിയും ഭക്ഷണം വാങ്ങി തന്നു. കഴിച്ചിട്ട് പോയാ മതി. അപ്പോ എന്നെ സ്നേഹിക്കാൻ കേരളത്ത് ഏട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും അച്ഛനമ്മമാരും ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളെ നനച്ച വണ്ടി കൊണ്ടുവരും. കുറെ ആൾക്കാർ പറയുന്നുണ്ട് കോയമ്പത്തൂർ വരെ ഞാൻ തിരിച്ചു വന്നു, തലവേദന. വീട്ടിന്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും ഉണ്ണിക്കണ്ണന്റെ കൊക്കല് ജീവനുള്ള അത്രത്തോളം ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും. നനച്ച വണ്ടി കൊണ്ടാ ഞാൻ കേരളത്തിലേക്ക് വരുള്ളൂ, അതിലൊരു സംശയമില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക, വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. വിജയണ്ണനെ കാണാൻ വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിച്ച് ഉണ്ണിക്കണ്ണൻ ആഗ്രഹിച്ച പോലെ തന്നെ സിനിമയില് വിജയണ്ണന്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കേട്ടോ കേസ്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാം, എന്റെ പൊറോട്ട കഴിക്കണതൊന്നും വിചാരിക്കരുത്. കാണിച്ചിട്ടില്ല, അതല്ല കുഴപ്പമില്ല, അത് കാണിക്കട്ടെ. അത് ഒന്നും വിചാരിക്കരുത്. നടക്കുമ്പോൾ ക്ഷീണം വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്. കഴിഞ്ഞ 15 കിലോ തടി കുറയ്ക്കാത്ത മുന്നേ ഐഫോൺ തന്നു. വിജയണ്ണനെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് ദിൽസലിക്കും യാദലിക്കും. ഇത് കഴിഞ്ഞ ശക്തമായി ഇനിയും ഉണ്ണിക്കണ്ണൻ തടി കുറച്ച പറഞ്ഞ 20 കിലോന് 22 കിലോ തടി കുറയ്ക്കും, അതിലൊരു സംശയമില്ല. സപ്പോർട്ട് ചെയ്യും ഉണ്ണിക്കണ്ണൻ മംഗൾഡാം. എൻ്റെ ഏട്ടനും ചേച്ചിൻ്റെ ഒപ്പം ഉണ്ണിക്കണ്ണൻ മംഗൾഡാമിന്റെ ഉമ്മ. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് കഴിക്കാൻ വന്നത്, അല്ലാണ്ട് കഴിക്കണ വീഡിയോസ് എടുത്ത് നമ്മൾ ഫേമസ് ആകാൻ വേണ്ടിയിട്ടോ ഉണ്ണിക്കണ്ണനെ അതുകൊണ്ടല്ല കേട്ടോ. ഞാൻ എന്താണ് ഇതിങ്ങനെ ഹൈവേ കൂടെ പോകുമ്പോൾ നടന്നു വരുന്ന കണ്ടു കേട്ടോ. ദൂരം നിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ശരി എന്തായാലും ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തിയത്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിജയണ്ണൻ്റെ അടുത്തേക്ക് എത്താനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ണിക്കണ്ണൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യട്ടെ കേസ്. അപ്പോൾ ആഗ്രഹിച്ച പോലെ എല്ലാം നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് പോവാണ്ട് കേസ്. ഓക്കെ, ശരിയല്ല ഉണ്ണിക്കണ്ണ? എവിടെയായാലും ഉണ്ണിക്കണ്ണൻ തളരില്ല. അതെ, തളർന്നാലേ വാടാൻ പറ്റുള്ളൂ. ഉണ്ണിക്കണ്ണൻ കൊക്കിൽ ജീവനുള്ള അത്രത്തോളം ഞാൻ എന്റെ കാര്യങ്ങൾ, മഴയല്ല വെയിലല്ല, ഞാൻ എന്റെ കാര്യം സാധിക്കുന്നവരെ, വിജയണ്ണനെ കാണുന്നവരെ വിളിക്കുന്നവരെ ഞാനത് പോരാടും എന്ന്. ഉണ്ണിക്കണ്ണനെ ജീവിതത്തിൽ നിങ്ങളാണ് തന്ന സപ്പോർട്ട്. എന്നെ സഹായിച്ച മൻസൂർ, പാലക്കാട് ചാമേച്ചൻ, വിവേക് കൊടുങ്ങല്ലൂർ, വിലാഷേട്ടൻ, അങ്ങനെ നിരവധി ആളുകൾ. ഇപ്പൊ എനിക്ക് ഷൂ വാങ്ങി തന്നത് മറ്റേ കമ്മ്യൂണിസ്റ്റ് വച്ചന്റെ ഡയറക്ടറാണ്. പിന്നെ അവരാണ് എനിക്ക് പേര് ഇക്കന്റെ. അങ്ങനെ ബാഗ്, പിന്നെ എന്താണ് കോഴിക്കോട് ഇപ്പോൾ ഇവിടെ ഞാനൊരു പരസ്യത്തിന് പോയി, അവരാണ് എനിക്ക് കുറച്ച് പൈസ തന്നത്. അപ്പോൾ അതൊക്കെ പറയണ്ട, ഞാൻ പൈസ ആരുടെ അടുത്ത് വാങ്ങില്ല, ജനുവിനാണ് പറഞ്ഞ ആളായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പൈസയല്ല എനിക്ക്, ഉണ്ണിക്കണ്ണന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഉണ്ണിക്കണ്ണൻ മകളുടെ അവന്റെ ഉമ്മ. ഓക്കെ, കഴിക്കട്ടെ ശരി.